ഇപ്പോൾ ഇറങ്ങുന്ന പല സ്മാർട്ട് ഫോണുകളുടെയും സ്പെസിഫിക്കേഷനും അതിൻ്റെ പ്രൈസും വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മടുപ്പാണ് തോന്നുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഫോണുകളുടെ എല്ലാം സ്പെക്ക് വൈസ് ഇതിൻ്റെ മുൻ ജനറേഷൻ ഉണ്ടല്ലോ, ആ മുൻ ജനറേഷനെ അപേക്ഷിച്ച് സ്പെക്ക് വൈസ് ഒരുപാട് കുറവ് വരുന്നുണ്ട്. പക്ഷേ വില മുൻ ജനറേഷനെ അപേക്ഷിച്ച് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ റാമിൻ്റെയൊക്കെ വില കൂടിയത് കൊണ്ടാണ് സ്മാർട്ട് ഫോണുകളുടെ വില കൂടുന്ന എന്ന് ആ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ഇപ്പോൾ വില കണ്ടമാനമായിട്ട് കൂടി. നേരത്തെയൊക്കെ നമുക്കൊരു 15,000 രൂപയ്ക്കൊക്കെ ഒരു നല്ല ഫോൺ വാങ്ങാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 15,000 രൂപ കൊടുത്താലൊന്നും ഒരു നല്ല ഫോൺ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തിനു പറയുന്നു, ഒരു 25,000 രൂപയ്ക്ക് പോലും ഇപ്പോൾ ഒരു ബെറ്റർ ഫോണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ കിട്ടില്ല. അപ്പോൾ നേരത്തെ 15,000 രൂപയുടെ ഫോണുകൾ ഇപ്പോൾ 25,000 രൂപയ്ക്ക് മുകളിലേക്ക് പ്രൈസ് ഉയർന്നു പോയി എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എല്ലാവർക്കും ഒന്നും സ്മാർട്ട് ഫോണുകൾ എന്നൊക്കെ പറയുന്നത് ഒരു ക്രൈസ് ഒന്നുമല്ല. പക്ഷേ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ അറിയാലോ, നമുക്ക് സ്മാർട്ട് ഫോണുകൾ മാറ്റി നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിൽ. നമ്മളെ പല ആപ്പുകളും പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കയ്യിലിരിക്കുന്ന ഫോൺ കംപ്ലൈൻ്റ് ആയാൽ പുതിയൊരു ഫോൺ വാങ്ങണം. പക്ഷേ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കേണ്ട ആവശ്യവും പലർക്കും ഇല്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഒരു 15,000 രൂപ കൊടുത്താൽ വാങ്ങാവുന്ന മികച്ച ഒരു 4-5 സ്മാർട്ട് ഫോണുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ഓർക്കുക, ഈ 4-5 സ്മാർട്ട് ഫോണുകളൊന്നും എല്ലാം തികഞ്ഞ ഒരു ഫോണല്ല. പിന്നെ ഉള്ളതിൽ ബെറ്റർ എന്ന് തോന്നുന്ന കുറച്ച് 15,000 രൂപ പ്രൈസ് റേഞ്ചിലെ ഫോണുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത്. ആദ്യം വിവോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വിവോ T4 ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ. ഇതേ ഫോൺ തന്നെ IQ എന്ന വിവോയുടെ സബ് ബ്രാൻഡ് മറ്റൊരു പേരിൽ പുറത്തിറക്കി, IQ C10 ലൈറ്റ് എന്ന പേരിൽ. അപ്പോൾ രണ്ടിന്റെ സ്പെസിഫിക്കേഷനൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അതായത് 6.74 ഇഞ്ചിന്റെ HD+ റെസൊല്യൂഷൻ, അതും LCD ഡിസ്പ്ലേ മാത്രമാണ്, 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഈ ഒരു ഫോണിൽ. നോക്കുക, ഇന്ന് നമ്മൾ ഈ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ പറയുന്ന പല ഫോണുകളും വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. നേരത്തെയൊക്കെ 10,000-ൽ താഴെ മാത്രമായിരുന്നു വാട്ടർ ഡ്രോപ്പ് നോച്ച് കാണുന്നത്. 15,000 രൂപയിലേക്ക് വന്നു കഴിയുമ്പോൾ പഞ്ച് ഹോൾ ക്യാമറയിലേക്ക് കൂടുതലും വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6300 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിന്. ഇതിന്റെ ഒരു ആന്റിറ്റ്യൂഡ് സ്കോർ വന്നിട്ട് ഏകദേശം രണ്ട് ഫോണിലും ഒരു 4,30,000-ൽ പുറത്തുള്ള ഒരു ആന്റിറ്റ്യൂഡ് സ്കോർ രണ്ട് ഫോണിലും ലഭിക്കും. അതുപോലെ ക്യാമറയെ പറ്റി പറഞ്ഞാൽ 50 മെഗാ പിക്സൽ, 2 മെഗാ പിക്സൽ എന്നീ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സലിന്റെ സെൽഫിയുമാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ വൈഡ് ആംഗിൾ ക്യാമറ ഈ പ്രൈസ് റേഞ്ചിലില്ല. 6000 mAh ബാറ്ററി, 15 വാട്ടിന്റെ ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത്. IP64 ആണ് കൊടുത്തിരിക്കുന്നത്. മോണോ സ്പീക്കർ ആണ്. 6GB 128ന്റെ വില എന്ന് പറയുന്നത് 14,999 രൂപയാണ്. 4GB 128ന്റെ IQ C10 ലൈറ്റിന്റെ വില 13,999 രൂപയുമാണ്. അപ്പോൾ ഈ ഫോണുകൾ വാങ്ങിയവരുടെ റേറ്റിംഗ് വന്നിട്ട് നമുക്ക് വിവോ T4 ലൈറ്റ് വന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 48,908 പേർ വാങ്ങി. അതിന്റെ റേറ്റിംഗ് വന്നിട്ട് 4.3 ആണ്. അതുപോലെ IQ C10 ലൈറ്റ് വന്നിട്ട് ആമസോണിലൂടെ ഏകദേശം 7,171 പേർ വാങ്ങി റിവ്യൂ ചെയ്തിരിക്കുന്നു. 4.2 ആണ്. ഫോണുകൾ തരക്കേടില്ല ഈ പ്രൈസ് പോയിന്റിൽ. പക്ഷേ ഓർക്ക് ഇതിൽ നിന്ന് നല്ല വേറെ ഫോണുകളും കിട്ടും. അത്തരത്തിൽ 15,000 രൂപ എടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന മറ്റൊരു ഫോൺ എന്ന് പറയുന്നത് ഒപ്പോയുടെ K14X എന്ന് പറയുന്ന ഫോണാണ്. 6.75 ഇഞ്ചിന്റെ ഫുൾ HD+ റെസൊല്യൂഷൻ, അതും LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത്. നോക്കി, കഴിഞ്ഞ വിവോയുടെയും IQന്റെയും ഫോണുകളിൽ HD+ റെസൊല്യൂഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഫുൾ HD+ റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. നേരത്തെ 90 ഹെർട്സേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ച് ഹോൾ ക്യാമറയാണ് ഇവിടെ ഒപ്പോ K14X എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6300 എന്ന് പറയുന്ന പ്രോസറാണ്. 5,65,000-ൽ അധികമുള്ള ഒരു ആന്റിറ്റ്യൂഡ് സ്കോർ. വിവോയെക്കാളും IQന്റെയും കഴിഞ്ഞ പറഞ്ഞ ഫോണിനേക്കാളും കുഴപ്പമില്ലാത്ത ആന്റിറ്റ്യൂഡ് സ്കോർ ഉണ്ട്. അതുപോലെ ക്യാമറ 52 എന്നീ രണ്ട് ക്യാമറ സെറ്റപ്പ്. വിവോ IQ സെയിം ആ സെറ്റപ്പ് തന്നെയാണ്. 5 മെഗാ പിക്സലിന്റെ സെൽഫി, 6500 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്, IP64 മോണോ സ്പീക്കർ ആണ്. 4GB 64ന്റെ വില 14,999 രൂപ. ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 2,984 പേർ ചേർന്ന് റേറ്റ് ചെയ്തിരിക്കുന്നത് 4.3 ആണ്. അടുത്തത് റിയൽമിയുടെ P4 ലൈറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ബെറ്റർ ഒന്നും അല്ല, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഫോൺ തന്നെയാണ്. ബാറ്ററി 7,000 mAh ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. എന്നാൽ 15 വാട്ടിന്റെ ചാർജറേ ഉള്ളൂ. 6.8 ഇഞ്ചിന്റെ HD+ റെസൊല്യൂഷനേ ഉള്ളൂ. ഇതും IPS LCD ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ്. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6300 പ്രോസറാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കാണപ്പെടുന്ന പ്രോസർ എന്ന് പറയുന്നത് ഈ ഒരു 6300 എന്ന് പറയുന്ന മീഡിയടെക് പ്രോസറാണ്. അതുപോലെ 13 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും 5 മെഗാ പിക്സലിന്റെ സെൽഫിയുമാണ്. 7,000 mAh ബാറ്ററി ഞാൻ പറഞ്ഞു. IP64 ആണ്. മോണോ സ്പീക്കർ. 4GB 64ന്റെ വില 14,999 രൂപ. ഇറങ്ങിയതേ ഉള്ളൂ. 4,663 പേർ റേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ. 4.3 ആണ് റേറ്റിംഗ്. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി നോക്കുന്നെങ്കിൽ ഈ ഒരു ഫോൺ വേണമെങ്കിൽ നോക്കാം. അടുത്തായിട്ട് സാംസങ്ങിന്റെ M17E എന്ന് പറയുന്ന ഒരു ഫോണാണ്. ഒരു സാംസങ്ങിന്റെ വിലക്കുറവിൽ ലഭിക്കാവുന്ന ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിളിക്കേണ്ടി വരും. 6.7 ഇഞ്ചിന്റെ HD+, അതും LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് ഈ ഒരു ഫോണിനകത്തും. മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6300 എന്ന സെയിം പ്രോസറാണ് ഇവിടെ. 50 MB ക്യാമറ, 2 MB ഡെപ്ത്, 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ തരക്കേടില്ലാത്ത ക്യാമറയാണ്. 6,000 mAh ബാറ്ററി, 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത
ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. അതൊരു വലിയ കാര്യമാണ്. സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് ബെറ്റർ സപ്പോർട്ട് ഉണ്ട്. IP54 ആണ്, മോണോ സ്പീക്കറാണ്. 4GB 128ന്റെ വില 12,499 രൂപയാണ്. ആമസോണിൽ 204 പേരാണ് റേറ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. 3.8 ഉള്ളൂ റേറ്റിംഗ്. അടുത്തത് സാംസങ്ങിന്റെ തന്നെ മറ്റൊരു ഫോണാണ്. അതിന്റെ ഒരു പ്രത്യേകത AMOLED ഡിസ്പ്ലേ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അത് സാംസങ് ഗാലക്സി M17 എന്ന് പറയുന്ന ഫോണാണ്. 6.7 ഇഞ്ച് ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം അടിപൊളിയാണ് ഈ ഒരു ഫോൺ എന്ന് പറയേണ്ടി വരും. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അതുപോലെ ഇതും വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ മിക്ക ഫോണുകളും വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. Exynos 1330 എന്ന് പറയുന്ന സാംസങ്ങിന്റെ തന്നെ പ്രോസറാണ്. AnTuTu സ്കോർ പക്ഷേ ഒരുവിധം ബെറ്റർ ആണ്. 6 ലക്ഷത്തിൽ പുറത്തുള്ള AnTuTu സ്കോർ ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. 50 MB പ്രൈമറി ക്യാമറ, അതുപോലെ 50 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 2 MB മാക്രോ, 13 MB സെൽഫി തുടങ്ങിയുണ്ട്. അപ്പോൾ ക്യാമറ സെറ്റപ്പ് ഈ ഒരു ഫോണിൽ ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. കാരണം അൾട്രാ വൈഡ് ഉണ്ട്, അതുപോലെ മാക്രോ ക്യാമറ ഉണ്ട്, സെൽഫി ക്യാമറ ഒരുവിധം ബെറ്റർ ആണ്. പക്ഷേ 5000 mAh ബാറ്ററി വിത്ത് 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത്. UI 7 ആണ് ഫോണിൽ. 6 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. IP54 ആണ് ഇതിന്റെ ഒരു റേറ്റിംഗ്. ഇതും മോണോ സ്പീക്കറാണ്. 4GB റാം, 128GB വേരിയന്റിന്റെ വില 13,999 ആണ്. ആമസോണിൽ ഏകദേശം 2734 പേർ റേറ്റ് ചെയ്തിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് 4 ആണ്. അടുത്തായിട്ട് പോക്കോ എന്ന ബ്രാൻഡിൽ നിന്ന് വരുന്ന ഒരു ഫോണാണ് പോക്കോ M7 Plus എന്ന് പറയുന്ന ഫോൺ. 6.9 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. പഞ്ച് ഹോൾ ക്യാമറയാണ്. അതുപോലെ സ്നാപ്ഡ്രാഗൺ 6S Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. 5,90,000 എന്ന് പറയുന്ന ഒരു AnTuTu സ്കോർ കിട്ടും. 50 MB മെഗാ പിക്സൽ, ഒരു 2 MB സെൻസർ, 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. 7000 mAh ബാറ്ററി വിത്ത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. IP64 ആണ്, മോണോ സ്പീക്കറാണ്. 4GB 128ന്റെ വില വന്നിട്ട് 14,499 രൂപയാണ്. ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 3,187 പേർ ചേർന്ന് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് 3.9 ഉള്ളൂ. അടുത്തത് ഈ കൂട്ടത്തിൽ എനിക്ക് കുറച്ചുകൂടി ഭേദമെന്ന് തോന്നിയ ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന് പറയാവുന്നത് മോട്ടറോള പുറത്തിറക്കിയ G57 പവർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഒരു കാര്യം എടുത്തു പറയട്ടെ, നമ്മൾ എപ്പോഴും ഈ ഒരു ബെസ്റ്റ് സ്മാർട്ട് ഫോണുകളുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനകത്ത് ഒരുവിധം വാല്യൂ ഫോർ മണി ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ബെസ്റ്റായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് പലപ്പോഴും മോട്ടറോളയുടെ ഫോണുകളാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ പലരും നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് പൊതുവെ മോട്ടറോളയുടെ സർവീസ് മോശമെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഫോണുകൾ എന്തായാലും നല്ലത് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. 6.72 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. പഞ്ച് ഹോൾ ക്യാമറയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 6S Gen 4 എന്ന് പറയുന്ന പ്രോസസർ. AnTuTu സ്കോർ വന്നിട്ട് ഏകദേശം 8,30,000 AnTuTu സ്കോർ വരുന്നുണ്ട്. 50 MB പ്രൈമറി ക്യാമറയുണ്ട്. 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. 7000 mAh ബാറ്ററി ഉണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. ചാർജർ ബോക്സിൽ തന്നെയുണ്ട്. IP64 റേറ്റിംഗ് ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കർ ഈ ഒരു ഫോണേ ഉള്ളൂ. 8GB റാം. ഇന്ന് നമ്മൾ പറഞ്ഞ മറ്റു ഫോണുകളെല്ലാം 6GB 4GB ഒക്കെ ആയിരുന്നു. ഇവിടെ 8GB റാം, 128GB ഇന്റർണൽ സ്റ്റോറേജ്. വില 15,999 രൂപയാണ്. ഓഫറിൽ ചിലപ്പോഴൊക്കെ നമുക്ക് 15,000 താഴേക്ക് ഇത് വരും. 40,902 പേർ റിവ്യൂ ചെയ്തിരിക്കുന്നത് 4.4 ആണ് ഫ്ലിപ്കാർട്ടിൽ. ഞാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കുന്ന ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് പറയും മോട്ടറോള G57 പവർ. നിങ്ങളാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റ് പ്രൈസ് സെഗ്മെന്റിലെ ഫോണുകളുടെ വീഡിയോകളുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരും. സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിലേ നമ്മുടെ വീഡിയോ വന്നാൽ മിസ്സാവാതിരിക്കും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്. ബൈ.